കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മുൻ വി.സി. സിസ തോമസിനെതിരായുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി തുടരുന്നു. മുൻ വി.സിക്കെതിരായ അച്ചടക്ക നടപടി റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ. പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും തടഞ്ഞാണ് സർക്കാർ നടപടി. സിസ തോമസിനെതിരായ നടപടി ഗവർണറോടുള്ള പക തീർക്കലെന്നും ആക്ഷേപം. KTU മുൻ വി.സി. സിസ തോമസിനെതിരായുള്ള അച്ചടക്ക നടപടി റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നത്. സിസ തോമസ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ചുവെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. മുൻ വൈസ് ചാൻസലർ രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ചാൻസലറായ ഗവർണർ സിസ തോമസിനെ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ചത്. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സിസയുടെ നിയമനം നിയമപരമാണെന്ന് കോടതി വിധിച്ചിരുന്നു. അതിനുശേഷമാണ് സർക്കാരിന്റെ അനുമതി കൂടാതെ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തു എന്നാരോപിച്ച് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. തനിക്കെതിരായുള്ള സർക്കാരിന്റെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും ശിക്ഷാ നടപടികൾ തുടരാമെന്ന് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും സിസ തോമസിനെ ചാൻസലർ നിയമിച്ചത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും UGC ചട്ടങ്ങളും അനുസരിച്ചാണെന്നും ഉത്തരവിട്ടു. പ്രസ്തുത വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം സിസ തോമസിനെ അറിയിക്കുകയായിരുന്നു. ഗവർണറോടുള്ള പക തീർക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടിയെന്നാണ് ആക്ഷേപമുയരുന്നത്. ജനം, തിരുവനന്തപുരം.